ഒരു സാധാരണ മനുഷ്യന് തന്നെ, നമ്മളെപ്പോലുള്ള ഏതൊരു മനുഷ്യനും കുറച്ച് അറിവ് കൂടുന്നതിനനുസരിച്ച് അവരെ ആൾക്കാരിങ്ങനെ പുകഴ്ത്തി സംസാരിക്കുക, എപ്പോഴും ചുറ്റും ആൾ നിന്നിട്ട് ആശാൻ പൊളിയാണേ, കിടുവാണേ, ആശാനെ പോലെ ആശാനേ ഉള്ളി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് അരോചകത്വം ഫീൽ ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു ഇളിഭ്യരാക്കാറുണ്ട് ആൾക്കാരെ. ആ ഒരു സാധാരണ മനുഷ്യരങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ദൈവമെന്ന് പറയുന്ന വ്യക്തി ഈ ഭൂലോകത്തെ എല്ലാം പടച്ചിട്ട് പുള്ളിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഓക്കെ, ഇന്ന മനുഷ്യന് എന്നോട് നല്ല രീതിയിലുള്ള അടിമത്വമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്, കാര്യങ്ങളുണ്ട്, ഇന്നവൻ എന്നോടില്ല, ഇതൊക്കെ പുള്ളിക്ക് അറിയത്തില്ലേ? പുള്ളി തന്നെയല്ലേ പ്രോഗ്രാം ചെയ്ത് വിട്ടേക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ, എല്ലാവരുടെയും സ്തുതിയും പുകഴ്ത്തലും ഒക്കെ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ നമ്മൾ പുതിയ അല്പന്മാരെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു അല്പനായൊരു ദൈവമാണോ? അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് തന്നെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്രയും ഹമ്പിളാകാൻ കഴിയുമെങ്കിൽ സാധാരണ ഒരു പൊടിയും പുഴുവുമായ മനുഷ്യനെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്തുതിയും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ ഇങ്ങർക്ക് എന്തിനാ? അല്പനാണോ നിങ്ങളുടെ ദൈവം? അങ്ങനെ ഒരു ചോദ്യം വന്നു. പിന്നെ ഇതിനെ ബാക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ് നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. ഫ്രീ വില്ലിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രീ വില്ലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കോട്ട് ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏത്തിസം എന്നൊരു ഐഡിയയിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്റ്റഫർ ഹിച്ചൻസ്. ഹിച്ചൻസിനോട് ഡു യു ബിലീവ് ഇൻ ഫ്രീ വിൽ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഓഫ് കോഴ്സ് വി ഹാവ് ഫ്രീ വിൽ ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ചോയ്സ് ബട്ട് ടു ഹാവ് ഇറ്റ്. അങ്ങനെയാണ് ഹിച്ചൻസ് അതിന് ഉത്തരം കൊടുക്കുന്നത്. ചിന്തിക്കുന്നവർക്ക് കുന്ത്രാണ്ടമുണ്ടെന്ന് മറ്റൊരു മതം പറയുന്ന കൂട്ട് ഇരുത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നേ ഉള്ളൂ, അത്രയ്ക്ക് ഉള്ളൂ ഫ്രീ വില്ല്. എനിവേ, ഇപ്പോഴും നിങ്ങളെ ഫ്രീ വില്ല് ഭയങ്കരമായി കൺവിൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഫ്രീ വിൽ സത്യമോ മിഥ്യമോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിയാൽ മതി. അതിന് ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക.